മിശിഹായിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 7:45 മുതലുള്ള വാക്യങ്ങളും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിട്ടുള്ളത്. രണ്ട് വചനഭാഗങ്ങളുടെയും അകക്കാമ്പ് എന്ന് പറയുന്നത് ഇപ്രകാരം മാത്രമാണ്: രാഷ്ട്രവും നിയമവും എല്ലാം തന്നെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. നിയമവും നിയമസംഹിതകളും എല്ലാം തന്നെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം എന്ന ഒരു കാതലായ ഒരു സന്ദേശമാണ് വചനഭാഗത്തിലാണെങ്കിലും ലേഖനഭാഗത്താണെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗത്ത് കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈശോ മിശിഹ, ചിലർ പറഞ്ഞു കർത്താവ് ഈശോ മിശിഹ ദൈവപുത്രനാണ്, ചിലർ പറഞ്ഞു കർത്താവ് ഈശോ മിശിഹ ക്രിസ്തുവാണ്, ചിലർ പറഞ്ഞു അവനൊരു പ്രവാചകനാണ്, അവനൊരു രാഷ്ട്രീയ അധികാരിയാണ്. ഒത്തിരി പേര് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ജനങ്ങളുടെ ഇടയിലുണ്ടായ ഒരു ഭിന്നത, അതാണ് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കർത്താവ് ഈശോ മിശിഹായെ പിടികൂടുവാൻ വേണ്ടി രാഷ്ട്രീയ അധികാരികൾ സേവകന്മാരെ കർത്താവ് ഈശോ മിശിഹായുടെ അടുക്കിലേക്ക് അയക്കും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അവിടെ ചെന്ന് കർത്താവ് ഈശോ മിശിഹായെ പിടികൂടുന്നതിന് മുൻപ് അവൻ്റെ പ്രഭാഷണം കേൾക്കുകയും അതിൽ മതിമറന്ന് നിൽക്കുകയും അവനെ ഒന്ന് തൊടാൻ പോലും സാധിക്കാതെ തിരിച്ച് പരാജയപ്പെട്ട് ഈ രാഷ്ട്രീയ അധികാരികളുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അവർ ഇപ്രകാരം പറഞ്ഞു: അവൻ ദൈവം കൂടെയുള്ള ആരോ ഒരാളാണ്. ദൈവം കൂടെയുണ്ട്, കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ ദൈവം കൂടെയുണ്ട്. നമുക്ക് നിക്കേദമോസ് എന്നൊരു കഥാപാത്രത്തെ ഈ ഒരു സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം ഈ രാഷ്ട്രീയ അധികാരികളോട് ഇപ്രകാരം പറയുന്നുണ്ട്: പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുവൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയാതെയും അവനെ നമ്മൾ വിധിക്കുന്നത് ശരിയാണോ എന്ന് രാഷ്ട്രീയ അധികാരികളോട് ഈ നിക്കേദമോസ് എന്ന യഹൂദ പ്രമാണി ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ അധികാരികൾ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ വാ പൊത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നിക്കേദമോസ് എന്ന് പറഞ്ഞ യഹൂദ പ്രമാണി ഒരു യഹൂദ പ്രമാണിയാണ്. അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ പലപ്പോഴും ജനങ്ങളെ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അദ്ദേഹത്തിനറിയാം യേശു ഒരു ഗുരുവാണ്, ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയാണ് ഈശോ എന്ന് അറിയാമായിരുന്നു. ഈശോയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈശോയെ പ്രഘോഷിക്കുവാൻ, ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാൻ പലപ്പോഴും നിക്കേദമോസ് പരാജയപ്പെട്ടിരുന്നു. കാരണം അവന് ജനങ്ങളെ ഭയമായിരുന്നു, ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അർദ്ധരാത്രിയിൽ നിക്കേദമോസ് എന്ന വ്യക്തി കർത്താവിനെ സന്ദർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രാത്രിയിൽ മാത്രം കർത്താൻ സന്ദർശിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ പകൽ വെളിച്ചത്ത് കർത്താവിന് മരണശേഷം നമ്മൾ കുരിശിന് വഴിയുടെ 14-ാം സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. 100 രാത്രോളം സുഗന്ധക്കൂട്ടുമായി നിക്കേദമോസ് എന്ന ആ യഹൂദ പ്രമാണി രാഷ്ട്രീയ അധികാരികളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ മൃതശരീരം എനിക്ക് വിട്ട് കിട്ടണം എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, അത്രയും നാൾ രാത്രിയിൽ കർത്താവിനെ, മറ്റുള്ളവരെ ഭയപ്പെട്ട് കർത്താവിനെ അനുകരിച്ചിരുന്ന ഒരു വ്യക്തി, ആരും അറിയാതെ കർത്താവിന് സാക്ഷ്യം വെച്ചിരുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് അവനിൽ വന്നു നിറഞ്ഞപ്പോൾ, കർത്താവ് ഈശോ മിശിഹാ അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ അവൻ ധീരനായി, അവൻ പ്രവാചകനായി, അവൻ മറ്റുള്ളവർക്ക് മുൻപിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീര പോരാളിയായി മാറി, വെളിച്ചത്തിൻ്റെ പോരാളിയായി. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ഗദയോൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഗദയോൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ന്യായാധിപന്മാരെ കർത്താവ് പലപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് തൻ്റെ ജനത തെറ്റിലേക്ക് പോകുമ്പോൾ, തെറ്റിലകപ്പെട്ട് ജീവിക്കുമ്പോൾ അവരാ തെറ്റിൽ നിന്നും മാറ്റി നടത്തുന്നതിന് വേണ്ടി, അവർ ചെയ്ത് തെറ്റാണെന്ന് ധൈര്യപൂർവ്വം അവരുടെ മുന്നിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടി ന്യായാധിപന്മാരെ കർത്താവ് നിയോഗിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു ന്യായാധിപനായിരുന്നു ഗദയോൻ എന്ന് പറഞ്ഞ വ്യക്തി. ബാൽദേവന് വേണ്ടി ഇസ്രായേൽ ജനം ബലിയർപ്പണം നടത്തിയപ്പോൾ ഈ ഗദയോൻ്റെ പിതാവായിരുന്നു ബാൽദേവന് വേണ്ടിയുള്ള ബലിപീഠം അവിടെ സൃഷ്ടിച്ചത്. അർദ്ധരാത്രിയിൽ പോയി ബാൽദേവന് തൻ്റെ പിതാവ് അർപ്പിച്ച ആ ബലിപീഠം തച്ചുടച്ചുകൊണ്ട് അവിടെ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയാണ് ഗദയോൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം. ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടായി.
എങ്കിൽ തൻ്റെ മകൻ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ഗദയോൻ്റെ പിതാവ് ബാൽദേവൻ തന്നെ അവനെ ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ നിന്നും അവൻ രക്ഷിക്കുന്നതാണ്. സമൂഹത്തിലെ അനീതികളും തെറ്റുകളും കണ്ടപ്പോൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ന്യായാധിപനായിരുന്നു ഗദയോൻ എന്ന് പറഞ്ഞ ആ വ്യക്തി. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ നിക്കോദമോസ് എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ദർശിച്ചു. ഒരുവനെ സമൂഹത്തിലെ തിന്മകൾ കണ്ടത് തിന്മയാണെന്നും അത് ശരിയല്ല എന്ന് ധൈര്യപൂർവ്വം ഏറ്റു പറയണമെങ്കിൽ അവൻ്റെ ഹൃദയത്തെ ഈശോ തൊടണം. അവൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരണം. നിക്കോദമോസ് എന്ന യഹൂദ പ്രമാണിയുടെ ഹൃദയത്തെ ഈശോ തൊട്ടപ്പോൾ തെറ്റാണെന്ന് ധൈര്യപൂർവ്വം ആരുടെ മുൻപിലേക്കും വിളിച്ചു പറയുവാനുള്ള ഒരു പ്രവാചക ദൗത്യം അവന് കൈവന്നു. അനുദിനം വിശുദ്ധ കുർബാനയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തെ തൊടുന്നുണ്ടോ? ഒത്തിരി നാളായി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു തുടങ്ങിയിട്ട്. ഒത്തിരി നാളായി ഞാൻ എന്ന വ്യക്തി വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ചത് എൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു എന്ന് ഏറ്റുപറയുന്ന കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തെ ഈശോ കൃത്യമായി തൊട്ടിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന ഈശോ ശരിയായി കേട്ടിട്ടുണ്ടോ? എനിക്ക് ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ സമൂഹത്തിലെ അനീതികൾക്കെതിരെ നമുക്ക് ശബ്ദമുയർത്താനായിട്ട് സാധിക്കും. തെറ്റുകൾ കണ്ടാൽ തെറ്റാണെന്നും ശരിയാണെന്നും ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള ഒരു പ്രവാചക ദൗത്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രവും രാഷ്ട്രീയ സംഹിതകളും എല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം. നിയമത്തെ വളച്ചൊടിക്കാതെ, സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടി നിയമങ്ങളെ ഒന്നും വളച്ചൊടിക്കാതെ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ നിയമത്തോടും സഭയോടും സമൂഹത്തോടും ഒക്കെ കൂറ് പുലർത്തുന്ന നല്ല മക്കളായി ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിക്കോദമോസ് എന്ന് പറഞ്ഞ ആ വ്യക്തിയും ഗദയോൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയും എല്ലാവരും നമുക്കൊരു റോൾ മോഡലായി തീരട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.